ഫ്രഷ് ചെമ്മീൻ കിട്ടി. ചെമ്മീനായിട്ട് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം ഇനി ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീനൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കണില്ല. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയാണ്. നമ്മളിവിടെ മിക്സി ഒന്നും എടുക്കണില്ല. ഇതുപോലെ ഒരു കല്ലിലാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളിയും 10-15 ചെറിയുള്ളിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇടാം. ശേഷം നമ്മൾ ചതക്കിയ വെളുത്തുള്ളി, ചെറിയുള്ളി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ചെമ്മീനിൽ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ചെമ്മീനിൽ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളിയും കൂടി പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മളെ തക്കാളിയും ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾക്കിതൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊരു ഹെവി ടേസ്റ്റി ഐറ്റമാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.